സമാധാനപരമായി അരിയും മലരും കുന്തിരിക്കവും വിതരണം ചെയ്ത് മതസൗഹാർദ്ദവും റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരവും ഉയർത്തിപ്പിടിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ നിഷ്കളങ്കരായ മനുഷ്യസ്നേഹികളെ അകാരണമായി അറസ്റ്റ് ചെയ്ത ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള തികച്ചും സമാധാനപരമായ ഒരു ഹർത്താൽ ആഘോഷിച്ച് കേരളം വീണ്ടും പതിവ് രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മര്യാദയ്ക്ക് ജീവിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ആസാദി. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് ആ കൊച്ചു പയ്യൻ വിളിച്ചു കൂവിയത് അങ്ങനെ യാഥാർത്ഥ്യമായി. പക്ഷേ കാലന്മാർ വന്നത് NIA രൂപത്തിലാണെന്ന് മാത്രം. കേരള ജനതയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഈ മുദ്രാവാക്യം കേന്ദ്രത്തിൻ്റെ കർണപുടങ്ങളിലും എത്തി തിരിച്ചടിച്ചതിൻ്റെ പ്രകമ്പനങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിനങ്ങളിൽ കേരളം കടന്നുപോയത്. രാജ്യത്തെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദികളുടെ ജനകീയ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. നിരോധിക്കപ്പെടേണ്ട ഭീകര സംഘടനയെന്ന് കോടതി പോലും നിരീക്ഷിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ കേരളത്തിലേതടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ ഓഫീസുകളും നേതാക്കന്മാരുടെ വീടുകളും NIA അരിച്ചു പെറുക്കി എല്ലാത്തിനെയും പൊക്കി അകത്തിട്ടു. കേരളത്തിൽ മാത്രം 50ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. മത തീവ്രവാദത്തിൻ്റെ മേലാപ്പണിഞ്ഞ് കേരളത്തിൻ്റെ സാമൂഹിക ഭദ്രതയ്ക്ക് തുരങ്കം വയ്ക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം അഴിക്കുള്ളിലായി. മൊബൈലുകളും ലാപ്ടോപ്പുകളും അടക്കം ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ സഹിതം NIA പൊക്കി. കോഴിക്കോട് കടപ്പുറത്ത് ജനമഹാസമ്മേളനം നടത്തിയതിൻ്റെ ആലസ്യത്തിൽ കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് തികച്ചും നാടകീയമായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇരച്ചെത്തിയത്. റെയ്ഡ് തടസ്സപ്പെടുത്തിയാൽ വെടിവെക്കാനുള്ള കോടതി ഉത്തരവുമായി കേന്ദ്രസേനയെ സജ്ജമാക്കി നിർത്തിയിട്ട് അർദ്ധരാത്രിയിലാണ് NIA റെയ്ഡ് ആരംഭിച്ചത്. പ്രധാന കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റെയ്ഡിൻ്റെ ഭാഗമായി കേന്ദ്രസേനയോടൊപ്പം ഉണ്ടായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടന്ന പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം ഉണർന്ന് സംഘടിതരായെങ്കിലും തോക്കേന്തി നിൽക്കുന്ന കേന്ദ്രസേനയുടെ മുമ്പിൽ ചലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കേന്ദ്രസേനയ്ക്കുണ്ടോ കേരളത്തിലെ ഫ്രണ്ടുകാരോട് വല്ല മയവും? സംഘർഷങ്ങളും കലാപങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസവും ഗാന്ധിസവും ഇടകലർന്ന കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സിവിൽ നിയമങ്ങൾക്ക് ഉപരിയായി മതനിയമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള അങ്ങേയറ്റം ഹീനമായ ഒരു ശ്രമങ്ങളും ഇതിനു മുമ്പ് കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൈവെട്ട്, തലവെട്ട്, വെട്ടിക്കൊലകളുമായി പിന്നെ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ വെച്ചോടാ എന്ന് പറഞ്ഞുള്ള ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഒരുപോലെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ഭീഷണിയുമായി ഒടുവിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ മതഗ്രന്ഥത്തെയും പ്രവാചകനെയും കൂട്ടുപിടിച്ചുള്ള രണഭേരികളുമായി ഉന്മാദത്തിലായ പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ ഭീകര സംഘത്തെ വളർത്തിവിട്ടത് ആരാണ്? ഇപ്പോൾ ഓരോ കേരളീയനും തങ്ങളോട് തന്നെ ചോദിക്കുന്ന ഈ ചോദ്യം ഗൗരവമായ ചർച്ചയ്ക്ക് ഷെഖൈന ന്യൂസ് കളമൊരുക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും നോട്ടപ്പുള്ളിയായ മുൻ പൂഞ്ഞാർ MLA ജനപക്ഷ നേതാവുമായ PC ജോർജിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒന്ന് ആലോചിക്കൂ, പോപ്പുലർ ഫ്രണ്ട് എവിടം വരെ എത്തി?
ഇത് എവിടെ സി ആയിരുന്നു ആദ്യം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പറഞ്ഞ് തുടങ്ങിയതാ. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടായി. നമ്മുടെ മന്ത്രി കെ ടി ജലീലൊക്കെ അതിന്റെ ആളെ അറിയാവോ? അയാളൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടാ, SDP കാരന്. അയാള് മന്ത്രിയായിരുന്നു കേരളത്തില്. നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി, അയാളെ പറ്റിയും NIA അന്വേഷണത്തിന്റെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ സത്യത്തിൽ പിണറായി വിജയൻ തന്നെ അകത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിനും SDP-ക്ക് എല്ലാവിധ വളവും വെച്ചു കൊടുക്കുന്ന മെയിൻ ആള് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതായത് ഞാൻ ഈ പ്രദേശങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒരു മേഖലയിലേക്ക് ചെന്നിട്ട് മറ്റു മതസ്ഥരുടെ സ്ഥലം 10-8 ഏക്കർ ലോകത്തില്ലാത്ത വിലയ്ക്ക് മേടിക്കുക. ആ ലോകത്തില്ലാത്ത വിലയ്ക്ക് അത് മേടിച്ചിട്ട് അവിടെ മുസ്ലിങ്ങളെ ഒരു 10 സെറ്റ് വെച്ച് കൊടുത്ത് സൗജന്യമായിട്ട് കൊടുത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. അവിടെ ഒരു 2 പള്ളി പണിയുക. മനസ്സിലായില്ലേ? ഇത് സത്യത്തിൽ അവരെ പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് അങ്ങനെ സ്ഥലം കിട്ടി ജീവിക്കുന്നു, വളരെ നല്ല കാര്യം. പക്ഷെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? തീവ്രവാദത്തിൽ ഇതിനകത്ത് റിക്രൂട്ട്മെന്റ് നടക്കുക. ആ റിക്രൂട്ട്മെന്റിലൂടെ വരുന്ന ചെറുപ്പക്കാരാണ് ഈ റൗഡിസത്തിനും കൊലപാതകത്തിനും ഒക്കെ കൂട്ടി നിൽക്കുന്നത്. അങ്ങനെ പോകുന്ന ആ ശ്രമം എങ്ങനെ തടയാൻ കഴിയും എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ആദ്യം കേന്ദ്ര ഗവൺമെന്റാണ് ഈ അറസ്റ്റിനേക്കായി മുമ്പ് വിദേശത്ത് നിന്ന് വരുന്ന പണം തടയണം. ഇപ്പൊ ഇവിടെ കോഴിക്കോട്ടും നമ്മുടെ നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും വിമാനത്താവളത്തിൽ വരുന്ന സ്വർണ്ണ കള്ളക്കടത്ത് മുഴുവൻ ഇവരല്ലേ? ഈ തീവ്രവാദ പ്രവർത്തനത്തിനാണ്. എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? അപ്പൊ എങ്ങനെ തടയും? തടയാൻ പറ്റാത്ത എന്താ? മുഖ്യമന്ത്രി തന്നെ കടത്തുക. പിന്നെ എങ്ങനെ കേരളത്തിൽ പറ്റുന്ന ഗതികേടതാണ്. ഞാൻ മുഖ്യമന്ത്രി പേര് പോലെ തെറ്റിദ്ധരിക്കരുത്. എത്ര അപകടകരമായ നിലയാണ്. അപ്പൊ ഇത് ഒരു മാർഗമേ ഉള്ളൂ. ശക്തമായി ആരെങ്കിലും ഒരുത്തരിന്ന് ഇറങ്ങി അവന്റെ കാര്യം കയ്യോ പോവും, അവൻ ധൈര്യപ്പെടും. ജനപ്പെരുപ്പവും വോട്ട് ബാങ്കും ഉയർത്തിക്കാട്ടി കേരളത്തിലെ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കി കടുത്ത തീവ്രവാദ നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ മുഖമായ SDP-യെയും കഴിഞ്ഞ കുറെ കാലമായി വർഗീയ ധ്രുവീകരണത്തിനും ഭീകരവാദത്തിനും ഇതര മതസ്ഥർക്കെതിരായുള്ള ശക്തമായ നീക്കങ്ങൾക്കും കളമൊരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ നയങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്തവരുടെ രാഷ്ട്രബോധത്തെ മുതലെടുക്കുന്ന തരത്തിലുള്ള ആപ്തവാക്യങ്ങളും ആദർശങ്ങളും ഉയർത്തിക്കാട്ടി അവർ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതറിയാത്തവരല്ല കേരളവും ഭാരതവും ഭരിക്കുന്നത്. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും എന്തേ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളരാൻ അവർ അനുവദിക്കുന്നു? ദീപിക ദില്ലി ബ്യൂറോ ചീഫ് ശ്രീ ജോർജ് കള്ളിവയലിൽ ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതേക്കുറിച്ച് കൃത്യമായ വിവരം കേരള സർക്കാരിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. നമുക്കറിയാം, ശ്രീലങ്കയിൽ ഒരു പള്ളിയിൽ നടന്ന ഭീകരാക്രമണം നടന്ന അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലാണ് വളരെ ശക്തമായ വേരുകൾ ഉള്ളത്. ഇതിന് അവിടെ ഒരു കേരള കണക്ഷൻ നല്ലപോലെ ഉണ്ട്. ഇത് ഞങ്ങള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടി ഉണ്ടാവും. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഇതൊരു വളരെ വ്യവസ്ഥാപിതമായി വളരെ ഗൂഢാലോചനയിലൂടെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്, ഒരു വലിയ ചെയിനാണിത്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ഇവര് പരസ്പരം, എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷവും വലതു തീവ്രവാദവും പരസ്പരം സഹായിക്കുന്നുണ്ടോ? കാരണം രണ്ടുപേരുടെയും വോട്ട് ബാങ്ക് വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഭാഗത്തെ തീവ്രത വളർത്തിക്കൊണ്ട് വന്നാൽ ഇപ്പുറത്ത് കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ അത് കാരണം ഞാനിതിനെ തള്ളിക്കളയുന്നത്, കാരണം ഇത് കൃത്യമായി എന്താണ് നടക്കുന്നത് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായ വിവരമുണ്ട്. അന്വേഷണ ഏജൻസികള് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ, ഈ മാസം 19-ാം തീയതി നമ്മുടെ തെലങ്കാനയില്, ആന്ധ്രാപ്രദേശില് കോടതിയിൽ NIA കൊടുത്ത റിപ്പോർട്ടുണ്ട്. 4 PFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും അതീവ ഗുരുതരമാണ്. കോടതിയിൽ അവർ NIA കൊടുത്ത റിപ്പോർട്ടാണ്. അതിനകത്ത് പറയുന്നത്, ഒന്ന്, PFI പ്രവർത്തകർക്ക്
ഭീകര പരിശീലനം, സായുധ പരിശീലനം നൽകുന്നു. അവര് പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അവിടെ ഇതര മതസ്ഥരായ ആളുകളെ കൊല്ലാൻ ഹിറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് തീവ്രവാദത്തിന് ധനസഹായം കൃത്യമായി കിട്ടുന്നുണ്ട്. അവരിത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 4 പ്രധാന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണം വരുന്നത്. അത് ഖത്തറാണ്, കുവൈറ്റ് ഉണ്ട്, തുർക്കിയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, മറ്റു ചിലയിടത്തൊന്നും വരുന്നുണ്ട്. പക്ഷെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ഫണ്ടിങ് ഈ 4 രാജ്യം. അവരുമായി വളരെ നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ട് അവിടെ സമ്മർദ്ദം ചെലുത്തി ഇത് തടയാൻ കഴിയുന്നില്ല? അപ്പോ ഇത് ഒരു സംഘടനയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരതക്കെതിരെ നമ്മൾ നിരോധനം മാത്രമല്ല മറുപടി. നിരോധിച്ചത് കൊണ്ട് ഒന്നുമാകില്ല എന്ന് സിമിയുടെ നിരോധനത്തിലൂടെ നമുക്കറിയാൻ പറ്റും. ഇത് പുതിയ വേഷത്തിൽ വരും. ജോസഫ് മാഷിന്റെ കൈവെട്ടിൽ തുടങ്ങി എക്കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തീവ്രവാദ നയങ്ങൾ കൂടുതൽ ബീഭത്സമായ തരത്തിൽ ജനശ്രദ്ധയിലെത്തിയത് ആലപ്പുഴ സമ്മേളനത്തോടു കൂടിയായിരുന്നു. അന്ന് ട്രോൾ ബൂത്തുകൾ കയ്യേറിയും വംശഹത്യ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചും കടുത്ത സാമൂഹിക അരക്ഷിതാവസ്ഥയ്ക്കും ചിദ്രിപ്പിനും അവർ കളമൊരുക്കിയിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു പയ്യനെ കൊണ്ട് ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന കേരളത്തിലെ ഇതര ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുമെന്നുള്ള സൂചനകൾ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിയിലൂടെ കുപ്രസിദ്ധി നേടിയ ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന് ഇനിയും ഇത്തരം സമ്മേളനങ്ങൾ നടത്താൻ അനുമതി ലഭിക്കില്ലെന്ന് ഉയർന്നു കേട്ടിരുന്നെങ്കിലും കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളനവും റാലിയും നടത്താൻ കളക്ടർ അനുമതി നൽകി. കോഴിക്കോട്ടെ സമ്മേളനത്തിന് വന്ന ജനസാഗരത്തിനും തങ്ങളുടെ വർഗീയ വിഷം അവർ പകർന്നു നൽകി. മതഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകനെ ചൂണ്ടിക്കാട്ടി എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ അവിടെ ആഹ്വാനം മുഴങ്ങി. ഇസ്ലാമിന്റെ ശത്രുക്കളായ, രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ കാലഘട്ടത്തിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. അഫ്സൽ കാസിമി എന്ന ഈ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സമൂഹത്തിൽ കടുത്ത മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഖുറാനെയും ഹദീസുകളെയും വിദ്വേഷാത്മകമായി നിർവചിച്ച് പ്രസംഗിച്ചത്? തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ട് ആത്മസംയമനമാണെന്ന് പറയുന്നതിന് പകരം എതിരാളികളെ ശക്തമായി നേരിട്ട് ഉന്മൂലനം ചെയ്യണമെന്നാണ് ഈ തീവ്ര മതചിന്തകന്റെ ആഹ്വാനം. എന്നാൽ ഈ ആഹ്വാനത്തെ തിരുത്തിക്കൊണ്ട് ഇസ്ലാമിലെ പലരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത നിലപാടുകൾ വെച്ചു പുലർത്തുന്ന മുസ്ലിം ലീഗും സമസ്തയും അടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾ അവരുടെ വിയോജിപ്പുകൾ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ജനപ്പെരുപ്പത്തെ കാട്ടി സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര മതസംഘടനകളെ വളർത്തി വലുതാക്കുന്നതിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എക്കാലവും പരസ്പരം മത്സരിക്കുകയായിരുന്നു. പുറമെ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവരായി അഭിനയിച്ച് ഇവർ കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ കേരള ജനതയ്ക്കുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ അത്യന്തം ഭീകരമാണ്. അല്ലെങ്കിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യ മുഴുവനുമുള്ള നേതാക്കന്മാരെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടും അവർ കേരളത്തിൽ മാത്രം ഹർത്താൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല. പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഒന്ന് സമ്മർദ്ദത്തിൽ ആഴ്ത്താനോ പേടിപ്പിക്കാനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഭാരത് ബന്ദ് ആയിരുന്നല്ലോ മെച്ചമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും മതേതര മൂല്യങ്ങളുടെയും മതബഹുസ്വരതയുടെയും നാടായ ഇന്ത്യയിൽ തീവ്ര മതനയങ്ങൾ ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെയുള്ള
കേന്ദ്രം നടത്തുന്ന ശക്തമായ നീക്കത്തിന് ശക്തമായ ജനപിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അണികളുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾ അംഗീകരിക്കുവാൻ ഇവിടുത്തെ സകല മനുഷ്യർക്കും സംഘടനകൾക്കും ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവ നിരോധിക്കപ്പെടുക തന്നെ ചെയ്യണം. മാത്രമല്ല അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും. പരസ്യമാക്കരുതെന്ന് ഒരാളെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിലുള്ള വാർത്ത. മറ്റുള്ളതെല്ലാം പരസ്യങ്ങളാണെന്നാണ് മികച്ച മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന വലിയ പുരസ്കാരമായ പുലിസ്റ്റർ പ്രൈസിന് കാരണഭൂതനായ ജോസഫ് പുലിസ്റ്ററുടെ വാക്കുകൾ. കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പ്രവർത്തനവും അത്തരത്തിൽ തരം താണു പോയിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങൾ മൂടിവെച്ച് നാലാളറിയേണ്ട വാർത്തകളെല്ലാം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒളിച്ചും വളച്ചും ഒതുക്കിപ്പിടിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് മകുട ഉദാഹരണമാണ് ലഖിംപൂർ കേരിയിലെ ദളിത് പെൺകുട്ടികളുടെ കൊലപാതകം. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ 2 ദളിത് പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോയ വാരത്തിലെ ഏറ്റവും ദാരുണ സംഭവമായിരുന്നു. അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെ ജഡങ്ങൾ കരിമ്പിൻ തോട്ടത്തിലെ മരത്തിലാണ് കാണപ്പെട്ടത്. മോട്ടോർ സൈക്കിളിൽ എത്തിയ സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. UP-യിൽ യോഗി ഭരണം തുടങ്ങിയതിനു ശേഷം ദളിതരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അടക്കം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന പല ദാരുണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. യോഗിയുടെ മിടുക്കുകൊണ്ട് അവയിൽ പലതും പുറത്തു വന്നിട്ടുമില്ല. എന്നാൽ പുറത്തു വരുന്ന ഇത്തരം വാർത്തകളെ വൻ ആഘോഷമാക്കാറുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ലഖിംപൂർ കേരിയിൽ നടന്ന ഈ ദളിത് കൊലപാതകം ഒതുക്കിക്കൊടുക്കാനുള്ള കാരണം അറിയുമ്പോഴാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലാണെന്നുള്ള സംശയമുയരുന്നത്. സുഹൈൽ, കരിമുദ്ദീൻ, ജുനൈദ്, ആരിഫ്, റഹ്മാൻ, ചോട്ടു എന്നീ 6 പേരാണ് 15ഉം 17ഉം വയസ്സുള്ള ദളിത് സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായത്. ദാരുണമായ കൊലപാതകങ്ങളെ ശക്തമായ രീതിയിൽ അപലപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ട്. അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും യോഗിയുടെ UP-യിലായാലും. എന്നാൽ അത്തരം സംഭവങ്ങളിൽ പ്രതികളുടെ പേര് കാണുമ്പോൾ പിൻവലിയരുത്. അങ്ങനെ ചെയ്താൽ അത് മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ എടുത്ത നിലപാടുകളെ പോലും സംശയത്തിൻ്റെ നിഴലിലാക്കും എന്ന് മറക്കരുത്. രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ നിയമങ്ങൾക്കപ്പുറത്ത് ശരീഅത്ത് നിയമ പ്രാബല്യത്തിനായി ശഠിക്കുകയും അതിനുവേണ്ടി കലാപം പോലും അഴിച്ചുവിടാൻ ഒരുമ്പിട്ടിറങ്ങിയ ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ തീവ്ര മതവാദങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനിൽ മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സമ്പൂർണ്ണ മുസ്ലിം രാജ്യമായ ഇറാനിൽ മതാനുസാര വസ്ത്രം ധരിച്ചത് ഒത്തില്ലെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത 22 വയസ്സുകാരി ക്രൂര മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടതോടെയാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കത്തക്ക നിലയിൽ ഹിജാബിനും ശരീഅത്ത് നിയമങ്ങൾക്കുമെതിരെ ഇറാനിലെ സ്ത്രീകൾ പരസ്യമായി കടുത്ത പ്രതിഷേധങ്ങൾക്ക് രംഗത്തിറങ്ങിയത്. ഇറാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കുടുംബസമേതം എത്തിയ മഹ്സ അമിനി എന്ന 22 വയസ്സുകാരിയെയാണ് ഹിജാബ് നേരാമണ്ണം ധരിച്ചില്ല, മുടി പുറത്തു കണ്ടു എന്നൊക്കെ പറഞ്ഞ് തീവ്ര മതവാദികളായ ഇറാനിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
ദിവസങ്ങൾക്കുള്ളിൽ അമീനി കൊല്ലപ്പെട്ടു. ശരീഅത്തിന് ഉചിതമല്ലാത്ത രീതിയിൽ ഹിജാബ് ധരിച്ചു എന്ന് കാട്ടി ഇറാനിലെ സദാചാര പോലീസ് അമിനിയെ തടഞ്ഞു വെക്കുകയും പിന്നാലെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് മതവസ്ത്രധാരണം വേണ്ടവണ്ണം പഠിപ്പിക്കുവാൻ പുനർവിദ്യാഭ്യാസ പാഠത്തിനായി ഒരു തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഹൃദയ ആഘാതമുണ്ടായി അവരെ ആശുപത്രിയിലാക്കി എന്നാണ് ഇറാനിലെ മത പോലീസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിലും പോലീസ് വാഹനത്തിൽ വെച്ച് അമിനി അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയായി എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത്. നിയമപാലനത്തിന്റെ മേലാപ്പിനകത്ത് മതവാദത്തിന്റെ അതിതീവ്ര ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഇറാനിയൻ പോലീസിന്റെ സദാചാര പോലീസ് ചമഞ്ഞുള്ള നടപടികളാണ് പോലീസ് കസ്റ്റഡിയിൽ 22 വയസ്സുകാരി അതിദാരുണമായി കൊല്ലപ്പെടാൻ ഇടയായതെന്ന് ചൂണ്ടിക്കാട്ടി സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ഇറാനിലെ സ്ത്രീകളെ ശക്തമായി അടിച്ചമർത്തുവാനാണ് പോലീസ് ശ്രദ്ധിച്ചത്. അതോടെ അനിതര സാധാരണമായ പ്രതിഷേധ രീതികൾ സ്വീകരിക്കുവാൻ സ്ത്രീകൾ നിർബന്ധിതരായി. യുവാക്കളും അവരോടൊപ്പം പ്രതിഷേധ രംഗത്ത് സജീവമായി നിലകൊണ്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ആക്ടിവിസ്റ്റുകളും തസ്ലീമ നസ്രീൻ അടക്കമുള്ള എഴുത്തുകാരും ശക്തമായി സമരത്തെ പിന്തുണച്ചു. അനേകർ കൊല്ലപ്പെട്ടു. ആഗോള വ്യാപകമായി ശരീഅത്ത് നിയമത്തിന്റെ മൂർച്ചയുള്ള മുഖമായി തീവ്ര മതവാദികൾ ഉയർത്തിക്കാട്ടിയ ഹിജാബ് എന്ന ശിരോവസ്ത്രം കീറിയെറിഞ്ഞും പരസ്യമായി മുടിമുറിച്ചെടുത്തും സ്ത്രീകൾ തീവ്ര മതചിന്തകൾക്കെതിരായിട്ടുള്ള ശക്തമായ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. മുടി മുറിക്കുന്നതിൻ്റെയും ഹിജാബ് വലിച്ചു കീറി തീയിലിടുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രസ്തുത വിഷയത്തിൽ ആഗോള വ്യാപകമായ ജനശ്രദ്ധ ലഭിച്ചു. പശ്ചിമേഷ്യയിൽ ഒരിക്കൽ കൊടുമ്പിരിക്കൊണ്ട മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം സ്ത്രീകളുടെ നേതൃത്വത്തിൽ തുറന്ന ഈ പുതിയ പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ ശരീഅത്ത് നിയമങ്ങൾക്കായി ക്ഷണിച്ച തീവ്ര ഇസ്ലാം മതവാദികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുരോഗമനപരവും നവോത്ഥാനത്തിൽ ഊന്നിയതുമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ലോകം കയ്യടിയോടെ മാത്രം സ്വീകരിക്കേണ്ട അങ്ങേയറ്റം വിപ്ലവകരമായ ഈ സമരത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഇഗ്നോർ ചെയ്തു കളഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ഹിജാബ് വിഷയം കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ ബ്രേക്കിങ്ങുകളും ചർച്ചകളും സ്റ്റോറികളുമായി കളം നിറഞ്ഞാടിയ മാധ്യമ പുങ്കവന്മാർക്കെല്ലാം ഇപ്പോൾ മുണ്ടാട്ടം മുട്ടിപ്പോയത് ആശ്ചര്യകരമായിരിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്നതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് രാജ്യത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിൽ മത്സരിക്കുന്നവർ ഇപ്പോൾ എവിടെ പോയി? മുഖ്യധാരാ മാധ്യമങ്ങൾ നിഷ്ക്രിയമായിടത്ത് സമൂഹ മാധ്യമങ്ങൾ ശക്തമായി തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തു. ഇന്ത്യയിൽ കർണാടകയിൽ ഹിജാബിന് അനുകൂലമായി നടന്ന മതതീവ്രവാദികളുടെ നിലപാടുകളും അതിനെതിരായി കർണാടക സർക്കാർ കൈക്കൊണ്ട നിലപാടുകളും ഇതോടെ ശക്തമായ കയ്യടി നേടുകയാണ്. മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നമനങ്ങൾക്കപ്പുറത്ത് ക്രൂരമായ അടിച്ചമർത്തലുകളും കൊലപാതകങ്ങളും നടത്തുന്ന തീവ്ര മതബോധത്തെ അപലപിക്കപ്പെടുക തന്നെ ചെയ്യണം. ആണിനും പെണ്ണിനും വെവ്വേറെ ഇടനാഴി, അധ്യാപികമാർക്ക് കോട്ട്, ലിംഗവിവേചനത്തിനെതിരെ ജോലി രാജിവെച്ച് അധ്യാപിക. എന്തൊരു തലക്കെട്ടുകൾ! സംഗതി പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിനെതിരെയാണ്. അത് വാർത്തയാക്കുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഇടനാഴിയും ഗോവണിയും. ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ വെച്ച് പരസ്പരം ഒന്നും മിണ്ടാൻ പാടില്ല എന്നുള്ള തീരുമാനം, ഇതെല്ലാം കേരളത്തിലെ ഒരു സ്കൂളിൽ നടക്കുന്ന വിവേചനമാണെന്ന് അവിടെ അധ്യാപികയായിരുന്ന റാണി ജോസഫ് തന്നെയാണ് ആരോപിക്കുന്നത്. അധ്യാപികമാർ കോട്ടിടണം. ടീച്ചർ പറയുന്നത് ശരിയാണെങ്കിൽ ആ സ്കൂളിലൊക്കെ പഠിച്ച് വളരുന്ന കുട്ടികൾ ഏതു തരം ബോധ്യമായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് ഉണ്ടാവുക എന്ന്
ഭാവി കേരളം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വാർത്തകളെ തികച്ചും പക്ഷപാതപരമായി ദുർവ്യാഖ്യാനം ചെയ്ത് വാർത്ത ചെയ്യുന്നതിലുള്ള തങ്ങളുടെ വൈദഗ്ധ്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ. യൂണിഫോം ധരിക്കാൻ വിസമ്മതിച്ച് സ്വയം രാജിവെച്ച സ്കൂൾ അധ്യാപിക ഉന്നയിച്ച ആരോപണങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ മെനക്കെടാതെ ഏറ്റുപിടിച്ചത്. ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് നേരെയാകുമ്പോൾ അവർക്കങ്ങനെ മതിയല്ലോ. വർഷങ്ങളുടെ പേരും പെരുമയും പ്രവർത്തന മികവുമുള്ള ഈ സ്വകാര്യ സ്കൂളിൽ 5 മാസം മുമ്പാണ് ഈ അധ്യാപിക ഈ സ്കൂളിൽ ജോലിക്കെത്തിയത്. സ്കൂളിൽ ലിംഗവിവേചനമുണ്ടെന്നാണ് അധ്യാപികയുടെ പ്രധാന ആരോപണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വഴികളാണത്രേ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പാടില്ലത്രേ. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. യാഥാർത്ഥ്യങ്ങളോട് ഒട്ടും നീതി പുലർത്താത്ത ഈ വാർത്ത നൽകിയവർക്ക് അതിൻ്റെ നിജസ്ഥിതി അറിയാൻ സ്കൂൾ മാനേജ്മെന്റിനെയും സ്കൂളിലെ തന്നെ മറ്റ് അധ്യാപകരെയും PTA-യും ഒക്കെ ബന്ധപ്പെടാമായിരുന്നു. മാധ്യമങ്ങളുടെ വക്രീകരണങ്ങൾക്കെതിരെ സ്കൂൾ മാനേജർ കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തി. ടീച്ചേഴ്സിൻ്റെ കോട്ട് അത് വർഷങ്ങൾക്ക് മുൻപ് ടീച്ചേഴ്സിൻ്റെ തന്നെ ആവശ്യപ്രകാരം ആരംഭിച്ചതാണ്. രണ്ടാമത് ബോയ്സിനും ഗേൾസിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ കോറിഡോറുകൾ. ശരിയാണ്, ഈ സ്കൂളിന് 2 വശത്ത് ക്ലാസ് റൂമുകളുടെ 2 വശത്തും കോറിഡോറുകളുണ്ട്. അത് ചെന്നെത്തുന്നത് 2 വശത്തും അവരുടെ ശൗചാലയത്തിൻ്റെ മുന്നിലാണ്. ആൺകുട്ടികൾക്ക് ഒരു വശത്ത്, പെൺകുട്ടികൾക്ക് മറുവശത്ത്. ബാക്കി എല്ലായിടത്തും ഇടനാഴികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് സഞ്ചരിക്കുന്നത്. അതിനാരും ഒരിടത്തും ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. മൂന്നാമത്, ക്ലാസ് റൂമുകളിൽ അവർക്ക് സംസാരിക്കുവാനായിട്ട് അവസരമില്ല, അനുവാദമില്ല. അത് ആ കുട്ടികളോട് തന്നെ ചോദിച്ചാൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്തപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പലപ്പോഴും അത് നിഷേധിക്കും. വിദ്യാലയമാകുമ്പോൾ അവിടെ തിരുത്തലുകളും ശിക്ഷണ നടപടികളും ആവശ്യമായി വരും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന സ്കൂളിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ കെട്ടിച്ചമച്ചതും ദുരുദ്ദേശത്തോടുകൂടെ ഉള്ളതുമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. സ്കൂളിൽ ഈ വർഷം പുതിയതായി നിയമനം ലഭിച്ച അധ്യാപികയുടെ വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിനോട് കൊടിയ ക്രൂരതയാണ് ചെയ്തത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ ആരുടെയെങ്കിലും ചട്ടുകമാകുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ചിലർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കെതിരെ ആരോപണങ്ങളും അപവാദങ്ങളും അഴിച്ചുവിടുന്നതും സമരം ചെയ്യുന്നതും ഏതാനും വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. 25 കോടി ഓണം ബമ്പർ അടിച്ചവന്റെ സങ്കടം കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് ലോട്ടറി അടിക്കാതെ പോയവർ. സഹായം ചോദിച്ചു വരുന്നവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണത്രേ അനൂപ് എന്ന ആ പാവം കോടീശ്വരൻ. ചികിത്സാ രേഖകളുമായി വീട്ടിൽ നേരിട്ട് വരുന്നവർ മുതൽ സിനിമ പിടിക്കാൻ പണം ചോദിച്ച് വരുന്നവർ വരെ രാവിലെ മുതൽ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നു. പത്രങ്ങളിലും ചാനലുകളിലും വേണ്ടതിലധികം പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നവരെ പേടിച്ച് ബന്ധുവീടുകളിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ആ ഹതഭാഗ്യനായ മനുഷ്യൻ. കേരളത്തിലെ ലോട്ടറി അടിക്കാത്ത സാധാരണക്കാർക്കാകട്ടെ റോഡിൽ കൂടെ നടന്നാൽ പൃഷ്ഠം നോക്കി പട്ടികളുടെ കടി. യാത്ര
വാഹനത്തിലാക്കിയാൽ ഹർത്താൽ തീവ്രവാദികളുടെ ബോംബേറ് കല്ലേറ്. KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ ചങ്ക് നോക്കി ഗുണ്ടകളുടെ ഇടി. എല്ലാവരുടെയും പ്രാണനും ശരീരത്തിനും കേടൊന്നും പറ്റരുതേ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് കാനുമായി ഇനി വീണ്ടും അടുത്തയാഴ്ച.